മലബാർ എക്സ്പ്രസ് ശിഹാബുദ്ദീൻ പൊയ്ത്തും കടവ്. ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ സ്വയം ചുറ്റിത്തിരിയുന്നു. കാറ്റ്, മഴ, ഋതുക്കൾ എല്ലാത്തിനും ഒരേ താളം, ഒരേ ക്രമം. പ്രകൃതിക്ക് അതിൻ്റെ നിയമങ്ങളെ ആരും തടയുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഭൂമിയിൽ ജീവിക്കും മനുഷ്യരുടെ കണക്കുകൾ എപ്പോൾ വേണമെങ്കിലും പിഴച്ചു പോകാം. അതവൻ്റെ പ്രകൃതിയുടെ തമാശ. അല്ലെങ്കിൽ എന്തിനാണ് സഖാവ് ആയിരംകളത്തിൽ ഗോവിന്ദൻ ഇങ്ങനെ മലബാർ എക്സ്പ്രസിൻ്റെ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റിൽ കയറിപ്പോയത്? എപ്പോഴും മുദ്രാവാക്യങ്ങൾക്കിടയിൽ, എപ്പോഴും അനുയായി വൃന്ദത്തിൽ, എപ്പോഴും പത്രസമ്മേളനത്തിൽ, എപ്പോഴും മൈക്കിന് മുന്നിലുള്ള സഖാവ് ആയിരംകളത്തിൽ ഗോവിന്ദൻ ഒന്ന് വിയർത്തുറങ്ങാൻ കൂടി അനുവദിക്കാത്ത അനുയായി മണ്ഡലം. കുടിക്കാൻ ഇളനീർ, കഴിക്കാൻ മെനുപ്രകാരം ഭക്ഷണം, ഇടയ്ക്ക് ചെക്കപ്പ്, വർഷാന്ത ഉഴിച്ചിൽ. പണ്ടത്തെ ഒരു പോലീസ് മർദ്ദനത്തിൽ തെറ്റിയ നട്ടെല്ലിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ കുലുക്കങ്ങളൊന്നുമില്ലാത്ത വാഹനങ്ങൾ. പെട്ടിയെടുക്കാൻ ഇങ്ങൊന്നുമില്ലാത്ത അപ്പോഴേക്കും ഓടിയെത്തുന്ന മെലിഞ്ഞ ഒരു സഖാവ്. ഉണ്ണാറാകുമ്പോഴേക്കും പുതിയ ഇല തന്നെ വെട്ടാൻ അപ്പോഴേക്കും ഓടിയെത്തുന്ന മുഷിഞ്ഞ കൈയിലെടുത്ത ഒരു സഖാവ്. ദാഹിക്കുമ്പോഴേക്കും തെങ്ങിലേക്ക് വലിഞ്ഞു കയറുന്ന മൂലധനം ഒരിക്കൽ പോലും വായിക്കാനൊത്തിട്ടില്ലാത്ത വെടിവലിച്ച് ചുണ്ടുകറുത്ത വേറെ സഖാവ്. ഏത് ജില്ലയിലും അവർക്ക് ഒരേ ചായ. അതെ, ആൾക്കൂട്ടത്തിൽ സ്വസ്ഥനും ഏകാന്തനാവാൻ മാത്രം സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ട്രെയിൻ യാത്രയിൽ AC-യിലല്ലാതെ അവർ കരയിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രക്ഷോഭ നാടകങ്ങളിൽ കല്ലേറുകൊള്ളാതെ, ലാത്തടിയേൽക്കാതെ എപ്പോഴും സംരക്ഷിച്ചു പോന്നു ഭരണകക്ഷിയുടെ നിയുക്ത ഉദ്യോഗസ്ഥർ. സഖാവ് ആയിരംകളത്തിൽ ഗോവിന്ദൻ ഒറ്റയ്ക്കാകുന്ന നിമിഷങ്ങൾ നന്നേ കുറവ്. എപ്പോഴും പാർട്ടി മീറ്റിങ്ങുകൾ, ചർച്ചകൾ, ഭാവികാര്യ പരിപാടികൾ, പ്രതിഷേധ ജാഥകൾ, പിക്കറ്റിംഗ്, ഉദ്ഘാടനങ്ങൾ. പിന്നെ ദില്ലി, ട്രിവാൻഡ്രം, ദില്ലി, കൽക്കത്തയിൽ വല്ലപ്പോഴും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒന്നൊറ്റക്കാവുന്ന നിമിഷം തുലാവും കുറവ്. അങ്ങനെയാകുന്ന നിമിഷങ്ങൾ, അതേ ചിലപ്പോൾ കടമെടുത്ത നിമിഷങ്ങൾ. ആരോരും അറിയിക്കാതെ അദ്ദേഹം കടപ്പുറത്ത് തനിച്ചു പോയിരുന്ന് അസ്തമയ ആകാശം കണ്ടു. സഖാവ് ആയിരംകളത്തിൽ ഗോവിന്ദൻ അത് അതിസാന്ദ്രമായ ഗൃഹാതുരത്വ നിമിഷങ്ങളാണ്. മാനം ചുവന്നു വരുന്നത്, തൻ്റെ ബാല്യകാല മനസ്സ് തുണ്ടും തുണ്ടമായി ഇട്ട പോലെ കടലലറുന്നത്. എവിടെയോ വീണുപോയ ഓർമ്മകളുടെ കാമുകിയെ അതോ ഉപേക്ഷിച്ചതോ, ഇനിയും സമാഗതമാകാത്ത വിപ്ലവകാലം. മനസ്സിൻ്റെ ഏതോ കോണിൽ നിന്നും അനാഥമായ ഒരു കുട്ടിയെപ്പോലെ കൈകാലിട്ടടിച്ചു കണ്ണീർ വാർത്തു. ഖാദി ടവൽ കൊണ്ടത് അദ്ദേഹം ഒപ്പി. സന്ധ്യയാകുമ്പോൾ തിരിച്ചു നടന്നു. വെളുത്ത കാറിൽ ഡ്രൈവർ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ഏറെ നേരം മൗനിയായി. എന്നിട്ടുമൊക്കെ ഇതെങ്ങനെ സംഭവിച്ചു? ദിക്ഭ്രമങ്ങളുടെ ആ നീളം കൂടിയ സ്റ്റീൽ പിടിയിൽ ഞാൻ എങ്ങനെ പിടിപെട്ടു? മലബാർ എക്സ്പ്രസ് വിട്ടതും വളരെ പെട്ടെന്നായിരുന്നല്ലോ. തൻ്റെ പെട്ടിയെവിടെ? ഇത് AC കമ്പാർട്ട്മെൻ്റല്ലല്ലോ. പിറകിൽ വന്നടിഞ്ഞ ഇരുമ്പ് വാതിൽ ഒരു